പോയി സംസാരിച്ചാൽ ഈഗോ ഒഴിവാക്കി അവര് കല്യാണം നടത്തി തന്നാലോ എന്ന് ഞാൻ കരുതി. എനിക്ക് അവളെ ഇഷ്ടമാണ്. ആ ഇഷ്ടം ആദ്യമൊക്കെ ഒളിച്ചു വെക്കാനാ ശ്രമിച്ചത്. നിങ്ങളുടെ കല്യാണത്തിന്റെ പാർട്ടിയുടെ അന്ന് അവള് നേരിട്ട് വന്നത് പറഞ്ഞതിന് ശേഷം അതങ്ങനെ എനിക്ക് ഒളിച്ചു വെക്കാൻ പറ്റാതെയായി. പക്ഷേ ജീവിതത്തിൽ എല്ലാം എപ്പോഴും നടക്കണമെന്നില്ല മോളെ. അതൊന്നും സംഭവിച്ചിരുന്നില്ല എന്ന് വിശ്വസിച്ച് നമ്മളൊക്കെ ജീവിക്കണം. അത്രയേ ഉള്ളൂ. ചെറുപ്പം മുതലേ മറ്റുള്ള വീടുകളെ പോലെ നമ്മുടെ വീടും ആവണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. പോവാനും വരാനും ബന്ധുക്കളൊക്കെ ഉള്ള എല്ലാവരും സ്നേഹത്തോടെ കഴിയുന്ന ഒരു വീടായിരിക്കണം എന്ന് കൊതിച്ചിട്ടുണ്ട്. അതേ ആഗ്രഹം എന്റെ അനിയന്മാർക്കും ഉണ്ട്. അതാണ് ഞങ്ങൾക്ക് ഉണ്ടായത്. അല്ലല്ലോ, ഞാൻ ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയ കാര്യങ്ങളാണ് എന്റെ ജീവിതത്തിൽ കൂടുതൽ. അതിലൊന്ന് ഇത്. അത്രേ ഉള്ളൂ. ഇതിലൊന്നും ഒരു പുതുമയില്ല. എത്രയോ തവണ അനുഭവിച്ചിരിക്കുന്നു. മോളെ, നിങ്ങൾ എത്ര ശ്രമിച്ചാലും നടക്കില്ല. വെറുതെ പോയി നാണം കെടുന്നത് മാത്രം വെച്ചാൽ. നീ ഈ വീട്ടിൽ ഞങ്ങളോടൊപ്പം ജീവിക്കുന്നതിന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. അത് തന്നെ വലിയൊരു പുണ്യ. മോളെ, ഒരാളും ഈ വീടൊരു വീടായിട്ട് കണ്ടിട്ടില്ല. ഇവിടുത്തെ മനുഷ്യരായിട്ട് പോലും കണ്ടിട്ടില്ല. ഈ മേയാൻ പോകുന്ന പൈക്കിള് തിരികെ വന്ന് തൊഴുത്തിലേക്ക് കയറുന്ന പോലെ 4-5 ആളുകൾ വന്ന് കയറുന്ന ഒരിടം, അതിനെ ഒരു വീടായിട്ട് ആദ്യം കണ്ടത് നീ. അതിന് തന്നെ ഞങ്ങൾ നിന്നോട് എത്രയോ കടപ്പെട്ടിരിക്കുന്നു. അങ്ങനെയുള്ളപ്പോ ഞങ്ങൾ കാരണം നീ കൂടെ അപമാനിക്കപ്പെടുന്നത് ശരിയാണോ നിധി? ഞാൻ അവരെ ചീത്ത വിളിച്ചത് അത് കാരണമാണ്. സുഭാഷ് ചേട്ടന്റെ കല്യാണം എങ്ങനെയെങ്കിലും നടക്കണമെന്നേ ഞാൻ വിചാരിച്ചുള്ളൂ. ഞാൻ മാത്രല്ല, അവർ ആലോചിക്കാതെ എടുത്ത് ചാടി ഇതൊക്കെ ചെയ്തത്. അതുകൊണ്ടാ. സോറി സുഭാഷ് ചേട്ടാ. അയ്യോ മോളെ, സോറി ഒന്നും വേണ്ട. എനിക്ക് നല്ല ചെയ്യാനാ നീ നോക്കുന്നതെന്ന് എനിക്കറിയാം. അവരും എനിക്ക് വേണ്ടി ഒരുപാട് അന്വേഷിക്കുന്നുണ്ടെന്നുള്ള കാര്യവും എനിക്കറിയാം. ഈ അടുത്ത് പോലും ഒരു കുട്ടി എന്നെ വിളിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്താ കുട്ടിയുടെ പേര്? ജ്യോതി. ജ്യോതി. ആ കുട്ടി ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് വിളിക്കാറൊന്നുമില്ല. ചിലപ്പോ ഞാൻ വിളിക്കാത്തോണ്ടാവുമല്ലേ. എന്റെ കല്യാണമാണ് നിങ്ങളുടെ വിഷയമെങ്കിൽ ഞാൻ ആ കുട്ടിയെ കിട്ടിക്കോളാം. അല്ലെങ്കിൽ നിങ്ങൾ കാണിച്ചു തരുന്ന ആരെ വേണമെങ്കിലും ഒരിക്കലും ഇനി കഴിഞ്ഞ ഓർത്ത് ഞാൻ സങ്കടപ്പെടില്ല. പോരെ. പക്ഷെ എന്റെ കല്യാണത്തിന്റെ പേരിൽ നിങ്ങൾ ആരുടെ അടുത്ത് ഞാൻ നാണം കണ്ടരുത്. അതെനിക്ക് സഹിക്കില്ല. ചെല്ലേ, ഇനി അതൊന്നും ആലോചിച്ച് സങ്കടപ്പെടണ്ട. ചെല്ലേ. ഈ അടുത്ത് പോലും ഒരു കുട്ടി എന്നെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് വിളിക്കാറൊന്നുമില്ല. ചിലപ്പോ ഞാൻ വിളിക്കാത്തോണ്ടാവുമല്ലേ. എന്റെ കല്യാണമാണ് നിങ്ങളുടെ വിഷയമെങ്കിൽ ഞാൻ ആ കുട്ടിയെ കിട്ടിക്കോളാം. സോറി, ആവശ്യമില്ലാതെ നിങ്ങളെ എല്ലാരും ഞാൻ കഷ്ടപ്പെടുത്തി. അല്ല, അത് വിടർത്തി. നിങ്ങൾ എല്ലാരും എതിർത്തപ്പോഴും ഞാനല്ല ഇറങ്ങി പുറപ്പെട്ട് അത് തെറ്റാന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. സോറി. അല്ല, അത് കഴിഞ്ഞില്ലേ? ഇത് ഇങ്ങനെ വരുമെന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു. അവര് ഞങ്ങൾ എന്ത് പറഞ്ഞാലും പ്രശ്നമില്ലായിരുന്നു. ഏട്ടത്തെ പറയണ്ടായിരുന്നു. അതേ ഉള്ളൂ വിഷമം. അതെ, ഏടത്തി ഞങ്ങൾക്ക് വേണ്ടല്ലേ ഇത്ര ബുദ്ധിമുട്ടിയത്. എനിക്ക് വേണ്ടി നിങ്ങൾ ബുദ്ധിമുട്ടിയത് ഓർക്കുമ്പോ ഇതൊന്നും ഒന്നുമല്ല. അതെ അതെ അതെ, ഞാൻ എത്ര അടി വാങ്ങി കൂട്ടിയിരിക്കണു. ഇപ്പൊ വേറൊരു പ്രശ്നമുണ്ട്. ഞാൻ അത് പറയാനാ വന്നത്. പ്രശ്നോ എന്താണെന്നോ? ജ്യോതി സുഭാഷ് ചേട്ടന് ഇഷ്ടമല്ലെന്ന് പറഞ്ഞ കാര്യം നമ്മളാരും സുഭാഷ് ചേട്ടനോട് പറഞ്ഞില്ലല്ലോ. അതറിയാതെ ജ്യോതിയെ വിവാഹം കഴിക്കാൻ സമ്മതാണെന്ന് സുഭാഷ് ചേട്ടൻ പറഞ്ഞു. അതെന്ത് ചെയ്യും? വേറൊരു പെൺകുട്ടി അന്വേഷിക്കാൻ നമ്മൾ തീരുമാനിച്ചതല്ലേ? അതെ, അതിന്റെ കാരണം സുഭാഷ് ചേട്ടനോട് പറയണ്ടേ? അല്ല, നമ്മളൊരു 3-4 പേരെ കണ്ടതിന് ശേഷം ഫിക്സ് ചെയ്യാനാണെന്ന് സുഭാഷിനോട് പറഞ്ഞ പോലെ. എങ്ങനെയാ? ഇതെന്താ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ തെരഞ്ഞെടുക്കുന്ന ഏർപ്പാടാണ്. അതെ, നേരത്തെ വെച്ച് നല്ലതെടുക്കാൻ ഇത് കച്ചവടമൊന്നും അല്ലല്ലോ. എന്തായാലും സുനന്ദേച്ചിന്റെ കല്യാണത്തിന് മുമ്പ് സുഭാഷ് ചേട്ടന്റെ കല്യാണം നടക്കണം. അതെ, അല്ലെങ്കിൽ ആ കല്യാണം നടക്കുന്ന ദിവസമെങ്കിലും ഇവിടെ ഒരു പന്തലിട്ട് കല്യാണം നടത്താം. അതെ, അതാണ് പഞ്ച്. പക്ഷേ അതിനാദ്യം പെണ്ണിനെ കണ്ടുപിടിക്കണ്ടേ? അപ്പോഴും ഇത് നടക്കാതെ പോയതിന്റെ കാരണം സുഭാഷിനോട് പറയേണ്ടി വരില്ലേ? അത് പിന്നീട് പറയാം. ആദ്യം കുട്ടിയെ നമ്മൾ കണ്ടുപിടിക്കും. ഞാനേ കുറച്ച് പ്രൊഫൈൽസ് മുന്നേ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നോക്കിയാലോ? വൈനോട്ട് എടുത്തോളൂ. നോക്കി, ഈ കുട്ടിയുടെ പേര് മഞ്ജു എന്നാ. ജോലിയുള്ള കുട്ടിയാന്ന് തോന്നുന്നു. ഈ 3 പേർക്ക് നമ്മള് ഇൻട്രസ്റ്റഡ് ആണെന്ന് അയച്ചാലോ? ആയിക്കോട്ടെ. ഏട്ടത്തി ഈ വീട്ടിന് വേണ്ടി കുറെ ബുദ്ധിമുട്ടുന്നുണ്ടല്ലേ? നമ്മൾ ഏടത്തെ പറ്റി നല്ലത് പറയുന്നത് കേട്ട് അസൂയ കൊണ്ട് എഴുന്നേറ്റ് പോയതാണ് ഇനി. ഏടാ, നമ്മൾ അങ്ങേരെ പറ്റി നല്ലതൊന്നും പറയണില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാവും. നിധി, ഇയാൾ ഈ വീടിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ സന്തോഷമുണ്ട്. പക്ഷേ ഇങ്ങനെ സുഭാഷ് ചേട്ടന് വേണ്ടി പെണ്ണന്വേഷിക്കാനും കെട്ടിക്കാനും വേണ്ടിയിട്ടാണ് ഇയാൾ ഇങ്ങോട്ട് വന്ന്. വീട്ടിൽ നിന്ന് പോരുമ്പോ എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു. ജോലി, വലിയ വലിയ കെട്ടിടങ്ങളുടെ ഡിസൈൻ, മികച്ച ഡിസൈനർക്കുള്ള പുരസ്കാരം. സുധീഷ് ഇടയ്ക്കിടയ്ക്ക് അത് ഓർമ്മിപ്പിക്കണ്ട. ഞാനൊന്നും മറന്നിട്ടില്ല. എന്നാ പിന്നെ അതിനുള്ള വഴി ആലോചിക്കണം. അല്ലാതെ ഈ വീട്ടിലുള്ള ആളുകളുടെ ജീവിതം നന്നാക്കാൻ നടന്നാലേ അതിന് നേരം കാണും. കാര്യം നടക്കാനും പോകുന്നില്ല. മെനക്കെട്ടതാണെങ്കിലോ വെറുതെ ആവുകയും ചെയ്യും. ഇയാളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒന്നും ഞങ്ങൾക്ക് വേണ്ടി തുളച്ചു കളയാനുള്ളതല്ല. ഈ വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ തളച്ചിടേണ്ട ആളും അല്ല നിധി. അത് മറ്റാരെക്കാളും നന്നായി എനിക്കറിയാം. ഞാൻ ഇയാളുടെ ഒപ്പം നിന്നതേ ആ സ്വപ്നങ്ങളിലേക്കുള്ള ഒരു വഴികാട്ടിയായിട്ടാണ്. നിധി അത് മറന്നാലും ഞാനത് മറക്കില്ല. ഈ എല്ലാം തീർത്തിട്ടത് ആലോചിക്കുന്നേ എപ്പോഴത് മാറ്റിവെക്കാനും നേരം കാണും. അത് മറക്കരുത്. അതേറ്റു മോനെ. സുഭാഷ് ചേട്ടാ, ഈ വെണ്ടയ്ക്ക് എന്തിനാ ഇങ്ങനെ വറക്കുന്നത്? ഉപ്പേരിക്ക്? എടാ, ഇത് വറക്കുമല്ല, വാട്ടിയെടുക്കുക സാമ്പാറിന്. അപ്പൊ മറ്റു പച്ചക്കറികളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇത് വേവൂലേ? വേവും, പക്ഷേ വെണ്ടയ്ക്ക ഉടഞ്ഞു പോകും. പിന്നെ ഒരു കൊഴുപ്പും കാണും. ഇത്തിരി വാട്ടിയിട്ടാ നല്ല ഭംഗിയില് പച്ച നിറത്തി കിടന്നു. എടാ ഹരീഷേ, ഞാൻ ഇതുപോലുള്ള റിയാക്ഷൻ വീഡിയോസ് ചെയ്താലോ? നല്ലതാ. ഒരു പണിയും ചെയ്യാൻ അറിയാത്തവർക്ക് പറഞ്ഞിട്ടുള്ള പണിയാണ് മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ട് റിയാക്ട് ചെയ്യുന്നത്. അവള് മുന്നേറ്റോ തലയിലടിക്കരുത് പറഞ്ഞു. മുഖത്തടിക്കാം. എടുത്ത് തിന്നാടാ. മോളെ ചായ എടുക്കട്ടെ. ആ കപ്പ് എടുത്ത്. രണ്ടുപേരും തമ്മിൽ മിണ്ടിയോ? പിന്നെ മിണ്ടാതിരിക്കാൻ ഞങ്ങളെന്താ ശത്രുക്കളോ? അല്ല, ഇന്നലെ സുഭാഷ് ചേട്ടൻ വലിയ ദേഷ്യത്തിലായിരുന്നല്ലോ. അതുകൊണ്ട് ചോദിച്ചാ. അതുകൊണ്ട് ഞങ്ങളോട് പിണങ്ങിയിരിക്കാനൊന്നും ഞങ്ങളുടെ സുഭാഷ് ചേട്ടൻ പറ്റില്ല. ഇവരോട് മിണ്ടാതെ ഞാൻ എന്ത് ചെയ്യാനോ? എന്താടാ നോക്കുന്നത്? കണ്ണുണ്ടായിട്ട് ഞാൻ റിയാക്ഷൻ വീഡിയോസ് ചെയ്ത് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആവുന്നതിലുള്ള അസൂയ എങ്ങടാ നിനക്ക്? അതിന് എന്താ പ്രശ്നം? ഓ, എനിക്ക് അസൂയല്ല, പുച്ഛ. പിന്നെ ഇമാതിരിയുള്ള തോന്നലുകൾ കൊണ്ട് നടക്കണ്ടല്ലോ എന്നുള്ള ഒരു സഹതാപം. മതി മതി, കൂടുതലങ്ങ് ഓവറാകല്ലേ. ഓവറാവണത് എന്തും താനെന്ന് അടിച്ചിട്ട് പല്ല് നാടും കേട്ടോ. ഓ പിന്നെ, അപ്പൊ ഞാൻ പല്ലും കാണിച്ചിരിക്കല്ലേ? അടിച്ചിട്ട് നീ എന്ത് ചെയ്യും? എന്റെ തിരിച്ചും കിട്ടും. എന്നാ പിന്നെ അത് കാണല്ലോ.
നിനക്കെന്താ? എന്തത്? ഓ, ഒന്നുമില്ല. ഞാൻ അങ്ങോട്ട് ഉപചരിച്ച് സംസാരിച്ചിരിക്കായിരുന്നല്ലോ രണ്ടാളും. അതിനുള്ളിൽ അടിയായോ? ഇവിടെ നാണമില്ലടാ. ഇവന്മാർക്ക് ഇത് തന്നെ ശീലം. സംസാരം എപ്പോഴും അടിയായിട്ട് മാറുന്നത് ആർക്കും അറിയില്ല. എന്നാ ചായ കുടിക്കും. അച്ഛന് ചായ കൊടുത്തോ? അല്ല ഇട്ട് വെച്ചിട്ടുണ്ട്, കൊടുക്കാം. ആള് രാവിലെ തന്നെ ഒരു റൗണ്ട് കടയിൽ നിന്ന് കുടിച്ചിട്ടായിരിക്കും വന്നിട്ടുള്ളത്. ഇന്ന് ഞാൻ കൊടുക്കാം. ആളെന്നോട് ഇത്തിരി ഗർവിച്ചിരിക്കാം. അതെ, ഉം. ഒന്നി വന്നേ. വാ, അങ്ങേർക്ക് ചായ കൊടുത്ത് സമാധാനിപ്പിക്കാൻ പോകണോ? അങ്ങേര് ദേഷ്യപ്പെട്ട നമുക്കെന്താ? ഒന്നുമില്ലെങ്കിൽ നിന്റെ അച്ഛനല്ലേ? അച്ഛാ, ചായ. എന്നോട് ദേഷ്യാണോ? ദേ. അല്ല, ഇന്നലെ ഞാൻ ചെയ്ത തെറ്റെന്നറിയാം. പോവാണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി. എന്തായാലും സ്വന്തക്കാരല്ലേ അച്ഛാ. എല്ലാരും കൂടി ചെന്ന് പറഞ്ഞാൽ അവർ കേൾക്കുന്ന കരുതി. അച്ഛൻ പറഞ്ഞത് കേട്ടാ മതിയായിരുന്നു. സോറി. നീ വാ സംഗീത, നിന്നോട് ഭയങ്കര ദേഷ്യമായിരുന്നു. അതുകൊണ്ട് രാവിലെ ചായ കുടിക്കാൻ കടയിൽ പോയപ്പോ നിനക്ക് വേണ്ടി 2-3 വട വാങ്ങി. വളയല്ലേ, വട. ഒറ്റയ്ക്ക് തിന്നാ മതി. ആ വാനന്മാർക്ക് കൊടുക്കണ്ട. വെച്ചോ. ഇയാളെന്ത് ഉള്ളത് തന്നെ താരം. വട ആ ആള് തന്നല്ലേ എനിക്കങ്ങനെ വേണ്ട. കഴിക്കടാ. ആ വലിയ ആണോ? ഏട്ടത്തെ തന്നോണ്ട് ഒരെണ്ണം കഴിക്കും. ഞാനും എന്നാ? അതെ, മറ്റേ കാര്യം സുഭാഷിനോട് പറഞ്ഞാലോ? എന്ത്? ഒരു പെണ്ണ് മാച്ചാണെന്ന് പറഞ്ഞില്ലേ? ആ ഇടൂ, മാട്രിമോണി. ആ അതെ ഞാൻ മറന്നുപോയി പറയാം. സുഭാഷ് ചേട്ടാ, ഞങ്ങള് വേറൊരു കുട്ടിയെ മാട്രിമോണിയിൽ കണ്ടിരുന്നു. നമുക്ക് പോയിന്ന് കണ്ടാലോ? അല്ല അതെന്തിന്? നമ്മൾ നേരത്തെ ഒരു കുട്ടി കണ്ടതല്ലേ? ആ കുട്ടി എന്നെ വിളിച്ച് സംസാരിച്ചാണല്ലോ. അല്ല, ആ പെണ്ണെ എനിക്ക് ഇഷ്ടമായില്ല സുഭാഷേട്ടാ. അതെന്താ? എന്താണെന്ന് ചോദിച്ചാൽ ഇഷ്ടമായില്ല, അത്ര തന്നെ. മനസ്സിലായി. എന്തുകൊണ്ടാന്നാ ചോദിച്ചത്? അത് ഹരിചേട്ടൻ പറയും. അതെ അതെ. എനിക്കും ആ കുട്ടിയെ ഇഷ്ടമായില്ല. പിന്നെ നിർത്ത്, ഞാൻ പറയാം. അതെ, ആ പെണ്ണ് അവൾക്ക് ടെമ്പർമെന്റ് കൂടുതലാ. ചോദിച്ചാ എന്ന് വെച്ചാൽ ഭയങ്കര ദേഷ്യം. ഈ വീട്ടിലും നാട്ടിലും ജോലി സ്ഥലത്തും എല്ലാം ഭയങ്കരമായിട്ട് ചൂടാവുന്ന ഒരു ടൈപ്പ്. 2 സ്ഥലത്തുനിന്ന് പിരിച്ചുവിടുക ചെയ്തോന്ന്. അതിന് ഈ ദേഷ്യം കാരണം. ഇതൊക്കെ ഞാൻ അന്വേഷിച്ചിരുന്നതാ. ഈ സുഭാഷ് ഏട്ടന് അങ്ങനെ ഒരു പെണ്ണ് ചേരൂല. സുഭാഷ് അതെ, സുഭാഷ് ഏട്ടന് അത് ചേരില്ല അല്ലേ? സുഭാഷേട്ടൻ ചെയ്യില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാരും കൂടി ആലോചിച്ച തീരുമാനം എടുത്തത്. അതെ. ആ പെണ്ണ് വേണ്ട അല്ലേ? അതെ. സുധീഷേ, നിങ്ങൾക്ക് അവളെ ഇഷ്ടപ്പെടാത്തതോ അതോ അവക്ക് എന്നെ ഇഷ്ടപ്പെടാത്തോ? എന്താ ഈ പറയുന്നത്? സുഭാഷ് ഏട്ടൻ ഒരു പെണ്ണിനെ പിടിക്കാതിരിക്കേ നല്ല കാര്യം. ചേട്ടാ സുന്ദര കുട്ടപ്പനല്ലേ? സുഭാഷ് ഏട്ടൻ ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവള് പെണ്ണായിരിക്കില്ലെന്ന അർത്ഥം അല്ലടാ? അതെ. എന്താടാ 2 വട്ടം ഇങ്ങോട്ട് വിളിച്ചാള് പിന്നെ വിളിക്കാതായപ്പോഴേ എനിക്ക് അറിഞ്ഞൂടെ അവക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ലെന്ന്? അല്ല സുഭാഷ് ഏട്ടാ, സത്യമായിട്ടും ശരി ആയിക്കോട്ടെ. എങ്ങനെ ഉണ്ടായിരുന്നു? വിശ്വസിച്ചില്ലേ? പിന്നെ ഇയാൾ ഇത് ഇച്ചിരി ഓവറാക്കി. ദേഷ്യം കാരണം 2 സ്ഥലത്തുനിന്ന് പിരിച്ചു വിട്ടത്ര. കുറച്ച് വലുതായി പോയി. എന്നാലും ഇമ്മാതിരി ഒരു ഇൻസ്റ്റന്റ് കളനെ ഞാൻ ആദ്യമായിട്ട് കാണാം. എന്ത്? അത്ര ഇൻസ്റ്റന്റ് ആയിട്ടുള്ള നുണകൾ ഇങ്ങനെ വരുന്നേ. അതുകൊണ്ട് ഇപ്പൊ എന്താ? സുഭാഷ് എന്നെ വിഷമിപ്പിക്കാതെ കാര്യം ഡീൽ ചെയ്തില്ലേ? ഇൻസ്റ്റന്റ് കളൻ കൊള്ളാല്ലേ? ഇൻസിഡന്റ് ഉള്ളത് നിന്റെ വേണ്ട. സുഭാഷ് ചേട്ടാ, അപ്പൊ നമുക്ക് പെൺകുട്ടി അന്വേഷിക്കാല്ലേ? ആവാ. അല്ല സമയമുണ്ടല്ലോ. എന്തിനാ നമ്മൾ തിരക്കൂട്ടുന്നത്? ദിവസവും ഒരുങ്ങി കിട്ടി ഇങ്ങനെ പെണ്ണ് കാണാൻ തന്നാ മതിയോ? എല്ലാവർക്കും ജോലി തിരക്കൊക്കെ ഉള്ളതല്ലേ? അതെ, നമുക്ക് പതുക്കെ സമാധാനമായിട്ട് അന്വേഷിക്കാം. ശരി, എന്നാ ഞാൻ ഇറങ്ങട്ടെ. പോടാ. ഹരീഷേട്ടാ, സുഭാഷേട്ടൻ നമ്മൾ പറഞ്ഞത് വിശ്വാസം ആയില്ലെന്നുണ്ടോ? അതെന്തെങ്കിലും ആവട്ടെ, നമുക്ക് അടുത്ത് നോക്കാം. എന്ത് വന്നാലും ആ സുനിത. കല്യാണം നടക്കുന്നതിന് മുമ്പ് സുഭാഷിന്റെ കല്യാണം നടക്കണമെന്നല്ലേ? അതെ. എടാ നീ എന്തിനാ എപ്പോഴും അത് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നേ? കേട്ട് മനുഷ്യന് ബോട്ട് അടിക്കുന്നു. അങ്ങനെ പറഞ്ഞോണ്ടിരുന്നാലേ ആലോചിക്കാനും നടത്താനൊക്കെ ഒരു ഉത്സാഹം ഉണ്ടാവുള്ളൂ. ഇങ്ങേര് കഴിഞ്ഞ് ഇങ്ങേരുടെ കാര്യം മാത്രമേ ഉള്ളൂ. വെറുതെ രാവിലെ എന്റെ മെക്കിട്ടാറാണല്ലോ ഷേപ്പൊക്കെ. ഒന്ന് നിർത്ത്. നമുക്ക് എന്തായാലും പറഞ്ഞ പോലെ അടുത്ത് നോക്കാലോ. അയ്യോ നിധി, ഞാൻ എന്തിനാ റെഡിയാണ്? ഇവൻ പറഞ്ഞ പോലെ ഞാൻ അത്ര സ്വാർത്ഥനൊന്നും അല്ല. ഓഹോ. ഇനി സുഭാഷ് ഏട്ടന്റെ കാര്യം നടത്തിയിട്ടേ എനിക്ക് വിശ്രമമുള്ളൂ. കേട്ടാ, മെക്കാനിക്കൽ എഞ്ചിനീയർ. ഇരിക്കണല്ലേ? ദിവസം അമ്പലത്തിൽ വരും. അമ്പലത്തിൽ വഴിപാടുണ്ട് എനിക്കും അമ്മയ്ക്കും. അമ്മേന്റെ കല്യാണം നടത്താനും ഞാനത് മുടക്കാനും. അമ്മ വന്നിട്ടുണ്ട്. പുറത്ത് വഴിപാട് കൗണ്ടറിനടുത്ത് നിൽക്കുക. നിങ്ങൾ വീട്ടിലേക്ക് വരാൻ പാടില്ലായിരുന്നു നിധി. സോറി, ഞാൻ കാരണം നിങ്ങൾക്കൊക്കെ നാണക്കേടും വിഷമമായി. ഞാൻ കുറെ കരഞ്ഞു. അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ശ്രമിച്ചു നോക്കിയേ ഉള്ളൂ. സാരല്ല, അത് പോട്ടെ. സുഭാഷേട്ടൻ പറഞ്ഞിട്ടാണോ നിങ്ങൾ വന്നത്? അല്ല, ഞാൻ എല്ലാരോടും പറഞ്ഞ് അങ്ങോട്ട് വന്ന്. ഇപ്പൊ അത് വേണ്ടിയിരുന്നില്ലാന്ന് എനിക്കും തോന്നുന്നുണ്ട്. ഒരു പെൺകുട്ടിയോട് സംസാരിക്കുക ഇത്രമാത്രം ടെൻഷൻ അടിക്കുന്ന എന്തിനാ? അത് എ സിയിലേക്ക് സംസാരിക്കാൻ പറഞ്ഞല്ലേ? ആ പെൺകുട്ടിയുടെ വീട്ടിൽ പോയി പരിപ്പോളം ഉണ്ടാക്കാൻ പറഞ്ഞു നോക്കി. നല്ല ഉഷാറായിട്ട് ചെയ്തിട്ട് വരും. ഞാൻ വന്നു കയറിയ കുടുംബവും അവിടുത്തെ ആളുകളും നിങ്ങളുടെ വീട്ടിലുള്ളവരെക്കാളും ഒരുപാട് നല്ലവരാ. ആര് പറഞ്ഞാലും സത്യം നുണയാവില്ല. ആ വീട്ടിൽ കഴിയുന്ന എനിക്കറിയാം.